കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തൊഴിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അല്ലേ എന്താ അറിഞ്ഞോ? എന്തത്? കർക്കിടകവാവ് ബലിതർപ്പണത്തിന് കർമ്മികളാകാൻ എത്തിയവരിൽ ചിലർ കപടകർമ്മികളാണെന്ന്. തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവര് സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ചെന്നപ്പോ പോലീസുകാർ പറഞ്ഞു മന്ത്രം ഒന്ന് ചൊല്ലാൻ. അവര് ചൊല്ലിയ മന്ത്രം എന്താണെന്ന് അറിയാമോ? ഇതെന്തോ സപ്തസ്വരങ്ങളോ? കപട ഭക്തർ, കപട വിശ്വാസികൾ, കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് അല്പം കാപട്യമൊക്കെ വേണം ചേട്ടാ. വേണം വേണം വേണം. ഈ കക്കാൻ പഠിച്ചാലേ നിക്കാനും പഠിക്കണം. അത് വേണം. അല്ലാതെ ഈ വേലയിൽ ഇരുന്നതിനെടുത്ത് അങ്ങ് എവിടെയോ വെച്ചതുപോലെ ചേട്ടോ. ബലിതർപ്പണത്തിനെത്തിയ കർമ്മികളിൽ പലർക്കും വന്ദന ശ്ലോകം പോലും ചൊല്ലാൻ അറിയില്ലായിരുന്നു. ഞാനും പോയതാ ബലിയുടെ. മന്ത്രം ചൊല്ലാൻ അറിയാത്തവർ പറയുന്നത് കേട്ടാണോ ബലിയിട്ടത്? ആത്മാക്കൾക്ക് ശാന്തി കിട്ടാതെ പോകുമോ പോസ്റ്റേ? ഒരു പിടിയില്ല. കാക്കാത്തി, ഈ മന്ത്രം ചൊല്ലാൻ അറിയാത്തവരെ നമ്മുടെ പോലീസുകാര് പറപ്പിച്ചില്ലേ? എന്നാലും അതല്ല, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാതെ ഈ പൂണോലൂട്ട് വരാനുള്ള ഇവരുടെ ഒരു ധൈര്യമേ. അതിന് വലിയ ധൈര്യമൊന്നും വേണ്ട. തട്ടിപ്പിന് ഇറങ്ങുന്നവന് വേണ്ടത് നീളമുള്ള ഒരു നാക്കും എന്തും ചെയ്യാനുള്ള ഒരു മനസ്സുവാ. കേട്ടോ പോസ്റ്റേ, നല്ല കാശ് കിട്ടുന്ന പരിപാടി ആയതുകൊണ്ടാണല്ലോ യവന്മാരെല്ലാം കൂടെ ഏടും കെട്ടുമായിട്ട് ഇറങ്ങിയത്. ഇന്നല്ലാതെ പഠിച്ച് ചെയ്യുന്നത് പുണ്യം, ഈ പഠിക്കാതെ ചെയ്യുന്നത് പാവമല്ലയോ? അതിപ്പോ പാപികൾ പഠിച്ചു ചെയ്താലും പാവമായിട്ടാ. മന്ത്രം ചൊല്ലുന്നവന്റെ മനസ്സിലും അത് ഏറ്റുപറയുന്നവന്റെ മനസ്സിലും ഭക്തിയുണ്ടെങ്കിൽ ഓക്കെ. അത് ശരി. പോസ്റ്റാ പറഞ്ഞതിലൊരല്പം കാര്യമുണ്ട്. പിന്നെ പഠിക്കേണ്ട മന്ത്രങ്ങൾ പഠിക്കേണ്ടതുപോലെ പഠിക്കാതെ നിലനിൽപ്പിന് വേണ്ടി പഠിച്ചു ചൊല്ലിയാൽ മന്ത്രം ഫലിക്കുവോ? പ്രത്യേകിച്ചും ബലികർമ്മം ചെയ്യുന്നു. അതെ അതെ. ചെയ്യോ കുഞ്ഞെ? ഭക്തിയുടെ മറവിലല്ലേ അല്പം കള്ളത്തരമൊക്കെ നടക്കൂ. അതെ അതെ. വിശ്വാസം അന്ധവിശ്വാസമായി മാറുമ്പോ അരകർമ്മികൾ ഉടലെടുക്കും. കുമാരി, ഈ അറിവ് കൂടിയാലും കുഴപ്പമാ, അറിവ് കുറഞ്ഞാലും കുഴപ്പമാ. അതുകൊണ്ട് അറിവുള്ള കാര്യങ്ങൾ അറിവുണ്ടെന്ന് നടിക്കുന്നവർ ചെയ്യുമ്പോ നമ്മുടെ അറിവില്ലായ്മ മൂലം നമുക്ക് അകന്ന് നിൽക്കാം. അതെ, ശരിയാ. നമ്മുടെ പോലീസുകാരെ നമിക്കണം ചേട്ടാ. മന്ത്രം ചൊല്ലിച്ചിട്ട് കർമ്മികളെ ബലിത്തറയിലേക്ക് വിടാനുള്ള അനുമതി കൊടുക്കൂ എന്ന തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ കള്ളന്മാരെ മനസ്സിലാക്കാൻ പറ്റിയത്. മന്ത്രം പഠിച്ചവനല്ലേ തന്ത്രിയാവൂ. ശാസ്ത്രീയമായി പഠിച്ചവർ വിധിപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പവറുണ്ട്. ആ പവർ ധനമോഹികളായ കപട കർമ്മികൾ ചെയ്താ കിട്ടുവോ? കിട്ടില്ല കുമാരി. ചേട്ടാ, നിങ്ങൾ ഈ പെയിന്റ് പണിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് നാളെ ശ്ലോകം ചൊല്ലാൻ പഠിക്കുക. എന്തിനാ കാക്കാത്തി? അടുത്ത തവണ കർക്കിടകത്തില് ഒന്ന് പയറ്റി നോക്കാമല്ലോ. എന്നിട്ട് വേണം പോലീസുകാരുടെ മുൻപിൽ മന്ത്രം ചൊല്ലി തോറ്റുമടങ്ങാൻ. മര്യാദക്കൊരു തൊഴിലുണ്ടല്ലോ, അതങ്ങ് ചെയ്താ പോരേ. കുഞ്ഞു പറഞ്ഞതാ ശരി. കാക്കു, അറിയാത്ത കാര്യങ്ങൾ അറിവില്ലാതെ ചെയ്ത് 1.5 ലക്ഷം സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? ഈ അറിവുള്ള കാര്യങ്ങൾ ചെയ്ത് 1/2 കോടി സമ്പാദിക്കുന്നതല്ലേ നല്ലത്? അതെ. പിന്നെ നിലനിൽപ്പിന് വേണ്ടി കള്ളത്തരം ചെയ്യുന്നവർക്ക് നമുക്ക് ദേ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചു കൊടുക്കാം: കർമ്മമാണ് മന്ത്രം.